ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഇതെന്താണ് ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ബിൽഡിംഗ് പൊളിക്കാൻ 2 വർഷം മുമ്പേ തീരുമാനമാവുകയും ഇതിനടിയിൽ ആളുകൾ സ്ഥിരമായിട്ട് വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇതിന്റെ പെർമിറ്റ്, ഇതിന്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മുഴുവൻ പരിശോധിച്ച ശേഷമേ എന്താണ് നിലവിൽ ഇതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ച കെട്ടിടം അല്ലെ, അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് വരുന്നു. ഇവിടുന്ന് പാസ്പോർട്ട് ഓഫീസ് മാറ്റിയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു. തീർച്ചയായിട്ടും പാസ്പോർട്ട് ഓഫീസ് ഇവിടെ പ്രവർത്തനരഹിതമല്ല, ഇവിടെ നിന്ന് മാറ്റി. പക്ഷേ ഈ ബിൽഡിംഗ് പൊളിക്കാൻ തീരുമാനമായിരിക്കെ നമുക്കറിയാം ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ബിൽഡിംഗ് ആണ്. നിരന്തരം ആളുകൾ പാസ് ചെയ്യുന്ന, ഇവിടെ ഒരുപാട് ജോലികൾ പിന്നെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തണൽ പ്രദേശം കാണുമ്പോൾ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ എത്തും, ഇവിടെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ഈ കൌൺസിൽ വന്നതിന് ശേഷമാണ് ഞാനിപ്പോ ഇവിടുത്തെ കൌൺസിലറായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിനിപ്പോ നിലവിൽ പെർമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും 70 വർഷമായിട്ടുള്ള ഒരു കെട്ടിടം ഇവിടെ ഇതേപോലെ നിൽക്കാൻ പാടില്ല. ആളുകൾക്ക് ഭീഷണിയാണത്. ഇത് മാത്രമല്ല, ഇത് ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലത്താണ്. കോഴിക്കോടിന്റെ ബീച്ച്, ഇതിലെ ആളുകൾ പാസ് ചെയ്യുന്നതും തൊഴിലാളികൾ വലിയങ്ങാടിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവുകയും അത് ഇത്രയും ഒരു അനാസ്ഥയിൽ എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ